നിങ്ങളെപ്പോഴെങ്കിലും സോപ്പ്, ചോക്ക്, പേപ്പർ, സൂയി എന്നിവ കഴിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? ഇതൊരു മിത്തൊന്നുമല്ല, ഇതൊരു സൈക്കോളജിക്കൽ കണ്ടീഷനാണ്. പൈക്ക ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ഫുഡ് അല്ലാത്ത സബ്സ്റ്റൻസിനോട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രേവിങ് ഉണ്ടാവും. ഇതിനൊരു ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ടാവില്ല, പക്ഷേ മൈൻഡ് ബോഡിയെ കൺവിൻസ് ചെയ്യും ഇത് വേണമെന്ന്. അയൺ, സിങ്ക് അല്ലെങ്കിൽ കാൽസ്യം എന്നിവയുടെ ഡെഫിഷ്യൻസി മൂലം ഇങ്ങനെ സംഭവിക്കാം. ഇല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സായ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ഇൻറ്റസ്റ്റൈനൽ ബ്ലോക്കേജ്, പോയ്സണിങ്, ഇൻഫെക്ഷൻസ് എന്നിങ്ങനെ സീരിയസ് ഹെൽത്ത് കണ്ടീഷൻസിലേക്ക് പൈക്ക ഡിസോർഡർ ലീഡ് ചെയ്യും. ട്രീറ്റ്മെൻറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ കോസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ, ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യുന്നതിൽ, പിന്നെ ബിഹേവിയറൽ തെറാപ്പി, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റിന് പകരം അവയർനെസ് കൊടുക്കുന്നതിലുമാണ്. എല്ലാ ബിഹേവിയറിന് പിന്നിലും ഒരു റീസണുണ്ട്, അതെത്ര സ്ട്രേഞ്ച് ആണെങ്കിലും. ആൻഡ് ദാറ്റ്സ് ദ ബ്യൂട്ടി ആൻഡ് മിസ്റ്ററി ഓഫ് ഹ്യൂമൻ മൈൻഡ്.